ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഡിസൈൻ ബാക്ക് നെക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ഈ ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ഒരു 10 ഇഞ്ച് സ്ക്വയർ വീതിയിൽ ഉള്ള ഒരു പീസിൽ ഇട്ട് അതിനെ അറ്റാച്ച് ചെയ്തെടുക്കണം ആദ്യമായിട്ട്. അപ്പം നമ്മളിവിടെ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഈ ഡിസൈനാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും ഡിസൈൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ശ്രദ്ധിച്ച് കണ്ടോളൂ. അവർക്ക് ഏത് രീതിയിലാണ് ഇതിനിപ്പോൾ നമ്മൾ ബോട്ട് നെക്ക്, അതായത് ഒരു 4.5 ഇഞ്ച് അല്ലെങ്കിൽ 3-3.5 ഇഞ്ച് അകലത്തിലാണ് ഈ നെക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് ബോട്ട് നെക്കിൻ്റെ ഏകദേശം ഷേപ്പിലെടുത്ത് ഇവിടുന്ന് ഒരു മാംഗോ ഡിസൈനാണ് വരുന്നത്. മാംഗോ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പെന്ന് കൊണ്ട് ആ ഷേപ്പ് കറക്റ്റായിട്ട് ഇവിടെ വരച്ചു കൊടുക്കണം. ഇതിലെ തന്നെ നമ്മൾ നീഡിൽ ഓടിച്ചെടുക്കണം ഈ ഷേപ്പിൽ കൂടെ തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസിനെ, ഈ മാർജിൻ ഉണ്ടല്ലോ, ഇത് മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നാച്ച് കറക്റ്റായിട്ട് തന്നെ പീസ് വെക്കണം നമ്മൾ. ഒരേ രീതിയിൽ 1/4 ഇഞ്ച് മാർജിനിൽ നമ്മൾ ഈ പീസിനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു നാച്ച് അടിച്ച് കൊടുക്കണം, കാരണം ഇത് ഷേപ്പ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാച്ച് അടിച്ച് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്ത ശേഷം ഇതിൻ്റെ എക്സ്ട്രാ ഇങ്ങനെ ഫോൾഡ് ആയിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത പീസെല്ലാം എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിനെ നമ്മൾ ഈ രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നാച്ച് അടിച്ചിട്ടുണ്ടല്ലോ, അതിലേ തന്നെ നമ്മൾ ബോഡി പീസ് എടുത്ത ശേഷം അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. ഇത് സെയിം ക്ലോത്തിൽ കിട്ടുവാണെങ്കിൽ അതാണ് ബെറ്റർ. ഇതിപ്പം സെയിം ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. അപ്പം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ നെക്കിന് ഡീപ്പ് കുറവാണെങ്കിൽ ഒരു കഷ്ണം പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പീസ് നമ്മൾ അവിടെ ജോയിൻ്റ് ചെയ്തിട്ട് കൊടുക്കുക.
10.5 ഇഞ്ച് ആണ് വേണ്ടത്. നമുക്ക് ഈ നെക്ക് ഡീപ്പ് വേണ്ടത് 10.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 9.5 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു പീസ് വെച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് അതിന് ലെന്ത് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലെന്തിന് പ്രോബ്ലം വരുവാണെങ്കിൽ നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡിയാക്കിയ ശേഷം ലെന്ത് എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പീസ് വെച്ച് അവിടെ നെക്കിന് ലെന്ത് കൂട്ടാനായിട്ട് സാധിക്കും. അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് മെഷർമെൻറ്റ് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പം ഇവിടുന്ന് 10.5 ഇഞ്ച് ലെന്ത് മതി റെഡി. നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു മാർക്ക് കൊടുക്കുക. 10.5 ഇഞ്ച് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് കൂടെ ഇവിടെ മാർജിൻ വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനെ 2ആയി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കാണണം. എന്നിട്ട് നമ്മൾക്ക് കഴുത്തിൻ്റെ അകലം എത്രയാണോ വേണ്ടത് അവിടെ ഒരു നാച്ച് അടിച്ചു കൊടുക്കുക. ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ നാച്ച് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് ബോഡി പീസിൻ്റെ ഈ സെൻറ്റർ നാച്ച് ഉണ്ടല്ലോ, ബോഡി പീസിൻ്റെ ഈ സെൻറ്റർ നാച്ചിൽ ഇവിടെ വെച്ചിട്ട് ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ചുരിദാറിനൊക്കെ തയ്ച്ച പോലെ തന്നെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി അതിനെ വീണ്ടും എടുത്തിട്ട് ഇതിൻ്റെ ഈ 3.5 ഇഞ്ച് നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ അതിലേ തന്നെ അതിൻ്റെ വരച്ചിരിക്കുന്ന അതേ ഷേപ്പിലൂടെ പതിയെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ ത്രെഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ത്രെഡ് കൊടുക്കാം. ത്രെഡ് നമ്മളിപ്പം ഇവിടെ ഒരു ത്രെഡ് കൊടുത്ത് കട്ട് ചെയ്യണം, കെട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിൽ ത്രെഡ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് എടുക്കുക. അതിന് എത്ര ലെന്ത് വേണോ അതിന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജോയിൻറ്റിൽ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ ഈ നീഡിൽ പതിയെ പൊക്കിയ ശേഷം കറക്റ്റ് ആ നീഡിൽ പോയിന്റിൽ തന്നെ ഇത് ഈ പീസിനെ വിരൽ കൊണ്ട് കൊണ്ടുപോയി വെക്കണം. ഇതവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ ആ പീസ് വെച്ച ശേഷം അതിന് പതിയെ റഫ് അടിച്ച് അതിനെ ഉറപ്പിക്കണം.
റഫ് അടിച്ച് ഉറപ്പിച്ച ശേഷം നമ്മൾ അതേ പോയിന്റിലൂടെ തന്നെ താഴേക്ക് റൗണ്ട് ഷേപ്പ് എങ്ങനെ വരച്ചിട്ടുള്ള അതേപോലെ കറക്കിയെടുത്ത് കൊണ്ടുവരണം. ആദ്യം തയ്ക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും, കാരണം ഷേപ്പ് എടുക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ഷേപ്പുകൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. മാംഗോ ഷേപ്പിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിൽ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ തിരിച്ചും ഇവിടെയും ത്രെഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് ആ പീസ് അങ്ങനെ തന്നെ കൊടുക്കുക. നീഡിലിൻ്റെ അടിയിൽ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റിച്ച് വീഴുകയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതേ നീഡിലിൻ്റെ അടിയിൽ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അവിടെ വെച്ചിട്ട് അതിന് പതിയെ ഒന്ന് റഫ് അടിച്ചു കൊടുക്കണം. അതിനുശേഷം മറ്റേ നമ്മൾ റൗണ്ട് ഷേപ്പ് എടുത്ത പോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നല്ല റൗണ്ട് ഷേപ്പിൽ അടിച്ചു കൊണ്ടുവരണം. നമ്മൾ ഫിനിഷ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഈ അകത്തുള്ള പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റാനായിട്ട് നമ്മൾ ഇവിടുന്ന് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് കട്ടാവാതെ കട്ട് ചെയ്ത് എടുക്കണം. സ്റ്റിച്ച് കട്ടാവാതെ നമ്മളതിനെ കട്ട് ചെയ്ത് എടുക്കണം ഒരേ ഷേപ്പിൽ. നമുക്കിവിടെ ഒരു മാംഗോയുടെ ഷേപ്പിൽ കട്ടിങ് 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ. സ്റ്റിച്ച് കട്ടാവാതെ മാർജിന് ഒരേ ലെവലിൽ 1/4 ഇഞ്ച് വിട്ട ശേഷം വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തിരിച്ചിടണം. തിരിച്ചിടുന്നതിന് വേണ്ടി അവിടെ ഒരു സ്റ്റിച്ച് അവിടെ കട്ടാകാത്ത രീതിയിൽ കൂടുതൽ മാർജിൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സ്ഥലത്തൊന്നും വേണമെങ്കിൽ റഫ് അടിച്ച് കൊടുക്കാം, കാരണം ഇത് വിട്ടു പോകരുത് നമ്മൾ വലിക്കുമ്പോൾ. അപ്പോൾ അവിടെ ഒന്ന് റഫ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്യുക. എന്നിട്ടുണ്ടല്ലോ ഈ കട്ട് ചെയ്ത ഈ പീസ് ഉണ്ടല്ലോ, നമ്മൾ റൗണ്ട് ഷേപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ നാച്ചടിച്ച് കൊടുക്കാറുണ്ടല്ലോ, ചുറ്റും ഇങ്ങനെ നാച്ചടിച്ച് കൊടുക്കുക. നമുക്ക് അതിനെ മറിച്ചിടുമ്പോൾ അത് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബെൻഡാവും. അപ്പം ബെൻഡാകാതെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നാച്ചടിച്ച് കൊടുക്കുന്നത്. മുഴുവൻ ഭാഗവും ഇങ്ങനെ നാച്ചടിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിനെ നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ മറിച്ചിട്ട് ഇതിനെ ഇങ്ങനെ മടക്കിയെടുക്കണം. ഇതിനെ
ഇപ്പം ഇതിൻ്റെ ശരിക്കുമുള്ള വിഡ്ത്ത് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഷേപ്പ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു കുഴിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പം നമ്മുടെ അളവ് ഇവിടെയാണ് വരുന്നത്. ഇത് മാംഗോ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷേപ്പിലാണ് നമ്മളിവിടെ തയ്ച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെ ഒരു എഡ്ജിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് വള്ളി കൊടുക്കേണ്ടത്. ഷേപ്പ് കണ്ട നമ്മൾ ആദ്യം കാണിച്ച അതേ ഷേപ്പിൽ തന്നെ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, കാണാമല്ലോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പീസ് കൊടുക്കണം. പീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കസവ് ബോർഡർ ഉള്ള, ഈ സാരിയുടെ തന്നെ കസവ് ബോർഡറുള്ള ഒരു പീസിൽ കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവാസിലെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട്, അതിൻ്റെ ക്യാൻവാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് വരച്ചെടുക്കണമല്ലോ. അപ്പോൾ അത് നമുക്ക് എത്ര വേണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ ആ ക്യാൻവാസിനെ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. ഈ ഷേപ്പിൽ മാംഗോ ഷേപ്പില്ലേ അതേപോലെ വരച്ചിട്ട് ഒരു 1.5 ഇഞ്ച് വീട്ടിൽ ഇവിടെ വരുമ്പോൾ മാംഗോ ഷേപ്പ് വരണം. ഇവിടെ വേണം നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ പീസിനെ കട്ട് ചെയ്ത് മാറ്റണം. പതിയെ നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ കസവ് വെച്ചിട്ടുള്ള പീസിന് ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പീസും കൂടെ നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഷേപ്പ് വരച്ചെടുക്കണം. ഇങ്ങനെ വെച്ച ശേഷം ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഷേപ്പ് നമ്മൾ ആദ്യം ഒരു ഏകദേശം മാർക്ക് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ അതിനെ വരച്ചെടുക്കണം. അതിനുശേഷം മാർക്കിൽ കൂടെ തന്നെ കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കുക.
അതിനുശേഷം ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് സാരിയുടെ ബോർഡറാണിത്. ഈ ബോർഡർ എടുത്തിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഈ ബോർഡർ കാണത്തക്ക രീതിയിൽ നമ്മളതിനെ റെഡിയാക്കണം. ബോർഡറിൻ്റെ കസവ് കാണണം. അതേപോലെ വെച്ചിട്ട് അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വരുന്നത് ഈ രീതിയിലാണ് വരേണ്ടത്. ഈ രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓർഡർ എടുത്തിട്ട് ഈ പീസിനെ കട്ട് ചെയ്ത് മാറ്റുക. ഈ പീസിനെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ ഇതിൻ്റെ നല്ല വശത്തിടുക. ഇതിൻ്റെ നല്ല വശത്തിട്ട് ഈ പീസും കൂടെ ഇതിൻ്റെ നല്ല വശത്തിടുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വെക്കുക. ഇതിങ്ങനെ വെച്ച ശേഷം നമ്മൾ ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സൈഡല്ല, ഓപ്പോസിറ്റ് സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് റിസ്ക്കാണ്, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ഡിസൈന് അതിൻ്റെ ഷേപ്പിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഷേപ്പിലാണ് ഫോൾഡ് വരേണ്ടത്. നമ്മൾ ഇതിനെ മറിച്ചിടണം. മറിച്ചിടുമ്പോൾ ഈ ഷേപ്പ് കിട്ടണം. നമ്മളിതിനെ കട്ട് ചെയ്യുക. ഒരേ ലെവലിൽ 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇവിടെ ഈ സൈഡാണല്ലോ നമ്മൾ ഇവിടെ അടിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഈ 2 പീസും കൂടെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ ഒന്ന് മറിച്ചിടണം. ഈ മൂലയൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് തിരിച്ചിടണം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ പുറത്തേക്ക് തിരിച്ച് അതിൻ്റെ സ്ക്വയർ ഷേപ്പിൽ എടുക്കണം. അതിന് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതെടുക്കണം. ഇപ്പോൾ ഇതിന് പോയിൻ്റ് കൊണ്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ അത് വന്നോളും. പീസ് ഡാമേജ് ആകാതെ നോക്കണം. ബ്ലൗസ് പീസാണ്, ഉഷാറായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിതിങ്ങനെ. കണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ ഈ സൈഡും നമ്മൾ ഇങ്ങനെ വെക്കണം. കണ്ടോ? ഈ സൈഡും കൂടെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിലൂടെ തന്നെ പിടിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
എഡ്ജിലൂടെ വേണം പതുക്കെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടോ? നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വെക്കാനുള്ള ഈ പീസാണ്. ഇനി ഇതിനെ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയോ. അപ്പോൾ അതിൽ വെച്ചടിക്കുമ്പോൾ ഇത് കവർ ആയിക്കോളും. അത് ഈ കച്ചിയൊക്കെ അകത്തേക്ക് പൊക്കോളും. അപ്പോൾ നമ്മൾ ഈ പീസിന് ഒരു പീസ് റെഡിയാക്കി കഴിഞ്ഞ് ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ കസവുണ്ടല്ലോ, ഈ ഷേപ്പ് വെച്ചിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു പീസ് ഇടണം. അതിൻ്റെ മേലെ പീസ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നീളമുള്ള പീസ് ആയതുകൊണ്ട് ഇത് മതിയായിരിക്കും. നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച ശേഷം ഇതിന് ഈ ഭാഗം വേണം അടിച്ചു കൊടുക്കാൻ. ഈ ഭാഗം അകത്തേക്ക് സ്റ്റിച്ച് ആവുന്നതാണ്, കാരണം ബോഡി വെച്ച് അടിക്കുന്ന. ഇവിടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടാൻ. അപ്പോൾ ഇവിടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് തിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം പീസ് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്യാം, കുഴപ്പമില്ല. അതിനുശേഷം 1/4 ഇഞ്ച് വിട്ട് നമ്മൾ ഈ പീസിനെ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമുക്ക് തിരിച്ചിടണം. നമ്മൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ ഷേപ്പ് എങ്ങനെയുള്ള അതേപോലെ തന്നെ അതിനെ തിരിച്ചെടുക്കുക. ഇവിടെ ഒരു നാച്ച് അടിച്ചു കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തിരിഞ്ഞു വന്നോളൂ. ഇവിടെ നിന്നിങ്ങനെ തള്ളി കൊടുക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ മാംഗോയുടെ ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ടേൺ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് അവിടെ വെച്ചടിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയായിട്ട് തിരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു നാച്ച് കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തിരിഞ്ഞ് വന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി വെച്ചിട്ട് ഒരു എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുണ്ടോ,
ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ തുടങ്ങാം. എഡ്ജിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. കാണാമല്ലോ അല്ലേ? കറക്റ്റ് എഡ്ജിലൂടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ എടുക്കണം, പുറത്തേക്ക് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത്ര മതിയോ? ഇത്ര സ്റ്റിച്ചിട്ട് നമ്മൾ ഈ 2 പീസിനെ ഇവിടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇതാണ് ഈ 2 സൈഡിൽ കൊടുക്കുന്ന ഈ പീസ്. കണ്ടോ? ഈ പീസാണ് ഇത് രണ്ടും. ഇങ്ങനെ വരും. നമ്മൾ ബോഡിയിൽ വെച്ച് ഇനി അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്തല്ലോ. ഡിസൈൻ ചെയ്ത ആ പീസിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് നമ്മളിവിടെ ഒരു എഡ്ജിൽ സ്റ്റിച്ചായി അടിക്കുക. കാരണം ഈ ഷേപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പീസ് കൊടുക്കുമ്പോൾ എളുപ്പമാകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അകത്തെ പീസ് കുറച്ചുകൂടെ വെളിയിൽ കാണാൻ പാടില്ല. കറക്റ്റായിട്ട് തള്ളി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടിച്ചിരിക്കുന്ന ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിൽ കൂടെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ മാംഗോ ഷേപ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. അതിനുശേഷം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ബോഡിനെ ഇത് ഷേപ്പ് ഇവിടെ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഈ അടിച്ചു വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ എൻഡ് വരെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഈ പീസ് കാണണോ അതനുസരിച്ച് ഇത് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കൊടുക്കാം. ഒരുപാട് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് തീരെ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ച്, ഏകദേശം 1/4 ഇഞ്ച്, ഇവിടെ 1/4 ഇഞ്ചും ഇവിടെ വരുന്ന 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കേട്ടോ. ഇവിടുന്ന് ഇത് വരുന്നുണ്ടല്ലോ, ഇവിടെ ഹുക്സ് വരുന്ന ഇത് കെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പീസ് ഇവിടെ കാണാത്ത വിധത്തിൽ താഴേക്ക് ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ കെട്ടിടണം. ഇവിടെ കെട്ടിട്ടിട്ട് പതിയെ അടിച്ചു കൊടുക്കുക ഷേപ്പിൽ.
ഫ്ലാറ്റായിട്ട് വെക്കണം, തുണി ചുളിയരുത്. ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഉണ്ടോ? അങ്ങനെ ഇവിടെ നമ്മൾ ആ പീസിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വലിയ പീസ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അതിനെടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കും. അവിടെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ ഈ എൻഡ് വരെ ഇത് എത്തണം. അപ്പോഴാണ് മാംഗോ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുക. കണ്ടോ? മാംഗോ ഷേപ്പ് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് വന്നോളൂ. അത് ഇതിന് അകത്തേക്ക് തള്ളി കൊടുക്കുക. ഇവിടെ നിന്ന് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. പിടിച്ചിട്ട് കൈകൊണ്ട് പതിയെ കറക്കി കൊടുക്കുക. ഇപ്പോൾ ഷേപ്പ് എവിടെയാ ഉള്ളത് അതനുസരിച്ച് പതിയെ നമ്മൾ ഇവിടെ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡിസൈന് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് നെക്കിൽ ഡിസൈൻസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡിസൈനുകൾ കട്ട് ചെയ്തിട്ട് ക്യാൻവാസിൽ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.